ഇന്ന് നമുക്കറിയാം പല കുട്ടികളും ഒരു സ്റ്റേജിൽ വഴിവിട്ട് പോകുന്ന, അല്ലെങ്കിൽ കുട്ടികൾ വേറെ കാരണവന്മാരോട് വളരെയധികം പ്രശ്നങ്ങളുണ്ടാക്കി, അച്ഛനും അമ്മയായി പ്രശ്നങ്ങളുണ്ടാക്കി, അത് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളൊക്കെ വേറെ തലത്തിലേക്ക് മാറിപ്പോകുന്നത് കാണുമ്പോൾ നമുക്ക് അതിശയവും അത്ഭുതവും ഒക്കെ നമുക്ക് തോന്നാറുണ്ട്. കാരണം ഈ കുട്ടികളിലേക്ക് ചിന്ത എന്നുള്ളത് വളരെ വേറിട്ട ഒരു രീതിയിലാണ് പോകുന്നത്. 24 മണിക്കൂറും അവർ വളരെയധികം കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. എന്താണ് അവർ ചിന്തിക്കുന്നതെന്ന് ഒരു തരത്തിൽ പോലും അവരുടെ പാരൻസിനും പാരൻസിന് മാത്രമല്ല അധ്യാപകർക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നീ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, നിനക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് എന്താണ് ഗുണം എന്ന് നമ്മൾ ചോദിച്ചാൽ അതിനവർക്ക് മറുപടിയുണ്ട്. അവരോട് ഇങ്ങനെ ചെയ്യാൻ പറയുക, ഇതൊന്നും അവർക്ക് ഒരു തരത്തിലും ദഹിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ട്രാക്ക്, അവർ വേറെ എവിടുന്നോ കിട്ടിയ ചില ചെറിയ കാര്യങ്ങളിൽ നിന്ന് അവർ വലിയ വേറെ അവരുടേതായിട്ടുള്ളൊരു ചിന്താഗതി ചിന്തിച്ച് കൂട്ടിപ്പോകുന്നു. അവർക്ക് ജീവിതത്തിൽ അത് ഒന്നും ഒരിടത്തും എത്താൻ പറ്റുന്നില്ല. ഞാൻ കുട്ടികളുടെ ഭാഗമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എത്താൻ പറ്റാതെ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസ് അത് പാരൻസിൻ്റെ മുകളിലേക്ക് വരുന്നു. അവർക്ക് അവരുടെ കാര്യങ്ങൾ, അവരുടെ ചിന്തയെപ്പറ്റി സംസാരിച്ച് അതിനനുസരിച്ച് ഇക്വലൻ്റായിട്ട് തിരിച്ച് മറുപടി കിട്ടാൻ സാധ്യതയുള്ള കൂട്ടുകാരോട് അവർ കൂടുതലായിട്ട് അടുക്കുന്നു. അപ്പോൾ ആ കൂട്ടുകാരുടെ ആശയങ്ങളും ഇവരുടെ ആശയത്തിന് വേണ്ടി കോംപ്രമൈസ് ചെയ്തിട്ട് വേറെ തലത്തിലേക്ക് കൂട്ടായ ചിന്തകൾ പോകുന്നു. അവിടെയും ചിന്തകൾ തന്നെ പോകുന്നു. ഇത് പ്രായം കൂടുന്തോറും ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ആ ഒരു ലക്ഷ്യത്തിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത തലത്തിലേക്ക് പോകുന്നത് വരെ ഇവരുടെ ചിന്ത, എനിക്ക് എന്താണ് ലക്ഷ്യം എന്നറിയുന്നതിന് പകരം ഞാൻ എന്ത് ജോലി ഇനി ചെയ്യണം എന്നുള്ള സമയത്തും ഇവർ വളരെ വിശാലമായിട്ടുള്ള ഏതൊക്കെയോ പോയിൻറ്റുകളുടെ ശ്രദ്ധയാണ്. ആരും ചിന്തിക്കുന്നത് എൻ്റെ കഴിവിനെ പറ്റിയോ എൻ്റെ യഥാർത്ഥ കോൺട്രിബ്യൂഷൻ ഫാക്ടറിനെ പറ്റിയോ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയല്ല. അതിനൊക്കെ അപ്പുറേക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെ എടുത്ത് ആ വിഷയത്തെ ഊതിപ്പെരുപ്പിച്ച് ചിന്തിക്കുകയാണ്. ഇത് വലുതാവും തോറും ഇത് തന്നെ അവസ്ഥ. വലുതാവുമ്പോഴും ഓരോ പ്രായത്തിനനുസരിച്ചിട്ട് നമ്മൾ ആ സമയത്ത് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന വിഷയത്തെ വളരെ പെരുപ്പിച്ച് ചിന്തിക്കുന്നു, മുമ്പോട്ട് പോകുന്നു. അത് പ്രായമായവർക്കും യാതൊരു വ്യത്യാസവുമില്ല.